താങ്കൂലത്രയും കൈയടി. എന്നാലും ഓണത്തിന് പറ്റിയ ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ ഏറ്റവും കൂടുതൽ കൈയടി കിട്ടിയത് ആറാട്ടണ്ണനും അലൻ ജോസ് പെരേരക്കുമാണ്. താങ്കൂലത്രയും കൈയടി. എന്നാലും നന്ദിയുണ്ട്. ഇവരൊക്കെ സിനിമയുടെ ഭാഗമാകാൻ പറ്റി. ഇവരൊക്കെ നമ്മളെപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇവരുടെ സിനിമയെ കണ്ടപ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പോൾ ഇവരും കൂടി ഭാഗമായി സിനിമയിൽ. അപ്പോൾ ഇവരുടെ ഒരു സാന്നിധ്യം സിനിമക്ക് ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗുലാം തട്ടട ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും ആശംസ നേരുന്നു. അപ്പോൾ ഉമ്മറിക്കട ഒരു തിരുസ്വരമാണ് ഇപ്പോൾ. നല്ല ഐഡിയ ഉണ്ടായത് നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾക്കൊക്കെ നല്ല ഐഡിയ ഉണ്ടായിരുന്നു. സിനിമ നമ്മൾ ഓണം ഫെസ്റ്റിവൽ പടമാണ്. ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റിയ സിനിമയാണ്. ഒരു ലാഗ് ഒന്നുമില്ല സിനിമയിൽ. അപ്പോൾ പിന്നെ ഫൈറ്റും നല്ല കോമഡിയും നല്ല മാസും നല്ല ആറാറ് പിന്നെ സോങ് എപ്പോഴും നമ്മൾ സിനിമ കാണുമ്പോൾ കുറച്ച് ആർട്ടിസ്റ്റുകൾ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ ഓരോരോ ആർട്ടിസ്റ്റുകൾ മാറി വരുമ്പോൾ ഒരു ഭയങ്കര ആകാംക്ഷയായിരുന്നു. പിന്നെ എനിക്ക് കിട്ടിയ സീനും നല്ല സീനാണ്. മുട്ടോളം ചോരയിൽ മുങ്ങി നിന്ന് ഇടിക്കുന്ന ടീമാണ് ഇവിടുത്തെ കിടലൻ ടീമാണ് ബാഡ് ബോയ്സ്. അപ്പോൾ അതൊക്കെ നല്ല ഏറ്റെടുത്ത കാര്യം കൂടി പറയും. അടിപൊളി. അപ്പോൾ കുറേ നാളായിട്ട് സിനിമയിലൊന്നും ഇല്ലായിരുന്നു. ഒരു കാലഘട്ടത്തിൽ സിനിമയിൽ നിന്ന് മാറാത്ത ഒരാളായിരുന്നു. ഇപ്പോൾ ബാഡ് ബോയ്സ് ിലൂടെ ഇനി വീണ്ടും സിനിമയിലേക്ക് വന്നെയാണ്. അപ്പോൾ ബാഡ് ബോയ്സിൽ തുടക്കമാകട്ടെ ഒരുപാട് സിനിമകൾ ഞാൻ ഇടികൊള്ളുന്ന ആളായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചാൾ ബ്രേക്ക് എടുത്ത് വെച്ചാണ്. കുറച്ചാൾ ജീവിതത്തിൽ കുറച്ച് തിരക്കായി. അതുകൊണ്ട് ഞാൻ സിനിമയിൽ നിന്ന് കുറച്ചാൾ മാറിയിരുന്നു. അതുകൊണ്ട് ഇനി എന്തായാലും സിനിമയൊക്കെ ചെയ്യണം. ഇനി ചാൻസ് ചോദിക്കണം. ഈ സിനിമ നമ്മുടെ കാണാനുള്ള പ്രേക്ഷകരോട് പ്രേക്ഷകരോട് പറയാൻ വെച്ചാൽ ഈ ഓണം ഫെസ്റ്റിവലിൽ പിടിക്കുന്ന ഒരു സിനിമയാണ്. ഒരു കളർഫുള്ള്, ഒരു ബോറടിക്കാത്ത, തിയേറ്ററിൽ വന്ന് ചിരിക്കാൻ പറ്റിയ സിനിമ. നല്ല സോങ് കാണാം, നല്ല ഫൈറ്റ് കാണാം. ബോറടിയില്ല, ലാഗില്ല. ഭയങ്കര സിനിമയെന്ന് പറഞ്ഞാൽ ഭയങ്കര സിനിമയൊന്നുമല്ല. എന്നാൽ ആൾക്കാർക്ക് മോശം പറയാത്ത ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റിയ സിനിമ. ഓണം തൂക്കുവോ? ഓണം തൂത്തുവാരൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പ്രേക്ഷകരല്ല പറഞ്ഞത്. അഭിനയിച്ച ആൾക്കാരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയുള്ള ഷോയാണ്. പിന്നെ ഞങ്ങളിപ്പോൾ അഭിനയിച്ച ആൾക്കാരും ഇതിനെ സംബന്ധിച്ചുള്ള ആൾക്കാരാണ് ഈ ഷോ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ തുടങ്ങുന്ന ഷോയാണ് ശരിക്കുള്ള ഷോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ റിവ്യൂ എടുത്തോ. അത്രയും ഫുള്ളായിട്ട് ഒരു ഫ്രെയിം പോലും ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് വളരെ സന്തോഷമുണ്ട്. കാരണം എന്താണ് ആവശ്യപ്പെട്ടത് കൃത്യമായിട്ട് ഒമർന്നത് കൊടുത്തത് കൊണ്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. എൻ്റെ തന്നെ ജീവിതത്തിലെ മാസ് എൻട്രി അത് എനിക്കൊന്നും ഓർക്കാൻ പറ്റുന്ന അബാ മൂവീസിൻ്റെ ആയിരിക്കും. അത്ര 3 ദിവസം എടുത്തിട്ടാണ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എടുത്തത്. എങ്ങനെയുണ്ടായിരുന്നു എൻട്രി? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അപ്പോൾ അതിന് താങ്ക് യു. കാരണം ഒരു സൂപ്പർ സ്റ്റാറിനൊക്കെ കൊടുക്കുന്ന ഒരു ഇൻട്രൊഡക്ഷനാണ് നമുക്ക് തന്നത്. പിന്നെ വിചാരിച്ച പോലൊക്കെ വന്നിട്ടുണ്ടോ സിനിമ? വന്നിട്ടില്ല, നിങ്ങളാണ് പറയേണ്ടത്. കാരണം ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ പറയണത്. ഞാൻ പറഞ്ഞു ഓണം തൂക്കും എന്നുള്ളത് പറഞ്ഞിരുന്നു. അതിന് വേണ്ട എല്ലാ വിഭവങ്ങളും 1980 മുതൽ ഈ 2024 ധ്യാൻ ശ്രീനിവാസൻ വരെയുള്ള താരങ്ങളെ ഒരുമിച്ചൊരു മാല പോലെ കോർത്തിണക്കിയിട്ട് ഒമർ മലയാളികൾക്ക് സമ്മാനിച്ച ഏറ്റവും ബെസ്റ്റ് ഓണ സമ്മാനമാണ്. ഫെസ്റ്റിവലിന് വന്ന് കാണേണ്ട ഒരു പടമാണ്. അതെ, സ്ക്രീനിൽ കണ്ടാണ്. ഇത് വലിയ സ്ക്രീനിൽ കണ്ടല്ല ഇതിൻ്റെ എക്സ്ട്രാ വേക്കൻസി. നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ല. അത് ചെറിയൊരു ഫ്രെയിമിൽ കണ്ടല്ല. കാരണം ഇതിലുള്ള താരങ്ങൾ ഉൾപ്പെടെ സ്ക്രീനിലുള്ള താരങ്ങൾ വരെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. വ്ളോഗേഴ്സിന് ഉൾപ്പെടെ നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരാൻ അതിനെല്ലാം കൈയടിച്ച് സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ അതിന് ഒരു വിഭവമാണ്. അല്ലാതെ ഒരു സിനിമ എന്നും പറഞ്ഞ് മാത്രമല്ല കച്ചവടം. ഇതൊരു വിഭവം, ഓണത്തിന് പറ്റിയ ഏറ്റവും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവം. അതാണ് സിനിമയുടെ റിവ്യൂ അറിഞ്ഞിട്ട് തിയേറ്ററിലേക്ക് വരാമെന്ന് കരുതിയിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? അല്ല, റിവ്യൂ അറിയേണ്ട ആവശ്യമില്ല. ഞാൻ ഇന്നലെ റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു സത്യസന്ധത ഇല്ലാതെ ഞാൻ പറയാറില്ല. പറയാനുള്ളത് കൃത്യമായിട്ട് എല്ലായിടത്തും തുറന്ന് പറയാറുണ്ട്. അതിന് വേണ്ടി പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ വരാം, ആസ്വദിക്കാം. 1980 മുതലുള്ള ബാബുവാണിയും റഹ്മാനും ശങ്കർ സാറും അതുപോലെ തന്നെ ഈ 2024 ധ്യാൻ ശ്രീനിവാസൻ അടക്കമുള്ള പിന്നെ വ്ളോഗേഴ്സ് എല്ലാവരെയും നമുക്ക് ഒന്നിച്ച് കാണാനുള്ള ഒരു ഓണാഘോഷം. യഥാർത്ഥത്തിൽ ഒരു ഓണാഘോഷം ബാഡ് ബോയ്സ് തന്നെയാണ്. ബാഡ് ബോയ്സ് തൂക്കി അതിൽ വളരെ സന്തോഷമുണ്ട്. ശരിക്കും ഈ ഒമർ ലുലുവിനെ കളിയാക്കിയവർക്കുള്ളൊരു മറുപടി തന്നെയല്ലേ ഈ സിനിമ? അല്ല, അതൊക്കെ തമാശയല്ലോ, ട്രോളും കാര്യങ്ങളും. അപ്പോൾ ആ കളിയാക്കി എന്ന് പറഞ്ഞാൽ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ളതാണ്. അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. അത് ഓർഗാനിക്കായിട്ട് അവർ വളരുകയാണ്. ഒരാളെ കളിയാക്കുമ്പോൾ അയാൾ ഓർഗാനിക്കായിട്ട് വളരുകയാണ് അറിയാതെ. അയാൾക്കൊരു വാശി വരികയാണ്. അയാൾക്ക് നേടേണ്ട ഒരു കാര്യം ഉണ്ടാവുകയാണ്. എപ്പോഴും ഇൻസൾട്ടാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് വെള്ളത്തിൽ പറഞ്ഞിട്ടുള്ള പോലെ എല്ലാവർക്കും ഇൻസൾട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. അത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള ഒരു ഊർജ്ജമാണ് തരുന്നത്. അപ്പോൾ ട്രോളിയവരെയും കളിയാക്കിയവർക്കും താങ്ക്സ് ആണ് നമ്മൾ പറയുന്നത്. കാരണം നമുക്കൊരു ഫയർ വരും. ഓക്കെ, താങ്ക് യു.